ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി പഴുത്ത നേന്ത്രപ്പഴം കൊണ്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മധുരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുന്ന ടൈമിൽ ഇഷ്ടമാണെങ്കിൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഈ ഒരു മധുരം തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നേന്ത്രപ്പഴമാണ്. ഇത് നല്ലോണം പഴുത്ത നേന്ത്രപ്പഴമാണ് കേട്ടോ. ഞാനിവിടെ ഒരു 2 മീഡിയം സൈസിലുള്ള നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഈ ഒരു നേന്ത്രപ്പഴം നമുക്ക് ആദ്യം നല്ലതുപോലെ ഒന്ന് കഴുകി ക്ലീൻ ആക്കി എടുക്കണം കേട്ടോ. എന്നിട്ട് വേണം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിതൊന്ന് പുഴുങ്ങിയെടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആവി കയറ്റി എടുക്കാം. ആവി കയറ്റി എടുത്തിട്ട് പിന്നെ അതിലേക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുത്തിട്ട് വറ്റിച്ചെടുത്താലും മതി. ഞാനിപ്പോൾ ഇവിടെ ചെയ്തെടുക്കുന്നത് മൺചട്ടിയിൽ നേന്ത്രപ്പഴം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് പുഴുങ്ങിയെടുക്കാനായിട്ടുള്ള വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ ഒരു 2 വലിയ കട്ട ശർക്കരയും പിന്നെ ഒരു പകുതി ശർക്കരയുടെ കട്ടയും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനിതിലേക്ക് 2 ഏലക്ക ചതച്ചതും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ച് നമുക്ക് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു പഴം ഏകദേശം വെന്ത് വന്നാൽ നമുക്ക് ഈ ഒരു ശർക്കര പാനി നല്ലോണം മെൽറ്റായി കഴിഞ്ഞാൽ ഈ ഒരു ശർക്കര നല്ലതുപോലെ ഈ ഒരു പഴത്തിലേക്ക് പിടിക്കണം കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് വെച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുക്കാം. ഇതുപോലെ ഈ ഒരു ശർക്കരയൊക്കെ നല്ലോണം വറ്റിച്ചെടുക്കണം. ശർക്കര പാനി നല്ലതുപോലെ വറ്റി ഈ ഒരു പഴത്തിലോട്ട് അങ്ങ് പിടിക്കണം. അപ്പോൾ ഇതുപോലെ ആയിരിക്കും നമുക്ക് കിട്ടുക കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ തീയൊന്ന് ഓഫ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഞാനിതാ ഓരോ പഴവും എടുത്തിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റി കൊടുക്കണം. ഇതിപ്പോൾ നല്ല ചൂടാണ് കേട്ടോ. അപ്പോൾ ഈ ചൂടായതുകൊണ്ട് നമുക്ക് ഈ തൊലി പെട്ടെന്ന് മാറ്റി കൊടുക്കാനും ബുദ്ധിമുട്ടാവും. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒരു കത്രിക വെച്ചിട്ട് ഈ ഒരു തൊലി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് പെട്ടെന്ന് തന്നെ ആ ഒരു തൊലി ഇതുപോലെ ഒന്ന് നീക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാ പഴത്തിൻ്റെയും തൊലി നമുക്കൊന്ന് മാറ്റി കൊടുക്കാം. ഇതിപ്പോൾ നമുക്ക് പായസത്തിൻ്റെ പകരമൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു മധുരമാണ് കേട്ടോ. നമ്മൾ ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഉടനെ മധുരമൊക്കെ കഴിക്കാൻ ആഗ്രഹമുള്ളവർ അല്ലെങ്കിൽ ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടാകും. അപ്പോൾ അവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു മധുരം കൂടിയാണിത് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ പപ്പടം കൂടിയും പൊരിച്ചെടുക്കുന്നുണ്ട്. ഇതിലേക്ക് പപ്പടം കൂട്ടി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമ്മൾ അടപ്രഥമൻ്റെ കൂടെ പപ്പടമൊക്കെ കൂട്ടി കഴിക്കില്ല, അതുപോലെ ഇതിലേക്കും പപ്പടം കൂട്ടി കഴിക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിനും തൊലിയൊക്കെ ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ട നല്ല തേങ്ങാപ്പാലാണ്. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ തന്നെ വേണം. അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇപ്പോൾ ഫ്രൈ ചെയ്ത് വെച്ച ആ ഒരു പപ്പടം കൂടി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു പപ്പടവും കൂട്ടി ഈ ഒരു പഴവും ഈ ഒരു തേങ്ങാപ്പാലും എല്ലാം കൂട്ടി നല്ലതുപോലെ ഒന്ന് കുഴച്ച് കഴിക്കട്ടെ. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു മധുരമാണ്. നമുക്ക് ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പായസത്തിൻ്റെ പകരമായിട്ട് നമുക്ക് ഇത് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കട്ടെ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ആക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഇത് മസ്റ്റായിട്ടും ഉണ്ടാക്കി നോക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. ഈ ഒരു പഴവും അതുപോലെ തന്നെ തേങ്ങാപ്പാലും പപ്പടവും കൂടിയൊക്കെ മിക്സായി വരുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ പഴം എടുക്കുമ്പോൾ നല്ലോണം പഴുത്ത പഴം തന്നെ എടുക്കാനായിട്ട് നോക്കട്ടെ. ഒരു മീഡിയം പഴുപ്പുള്ള പഴക്കാണ് എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്ര ടേസ്റ്റിലായിട്ട് കിട്ടില്ല. അപ്പോൾ നല്ലോണം പഴുത്ത പഴമാകുമ്പോൾ നമുക്കിതിങ്ങനെ പുഴുങ്ങിയെടുക്കുമ്പോൾ ഇതുപോലെ ഉടഞ്ഞു കിട്ടും. അപ്പോൾ നിങ്ങൾ നല്ല പഴുത്ത പഴം തന്നെ എടുക്കാനായിട്ട് നോക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ആക്കി നോക്കുക. വീട്ടിലെ ഗസ്റ്റൊക്കെ വരുമ്പോൾ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്